ചെയ്യാതെ ഇരുന്നത് കൊണ്ട് ചെയ്തിട്ട് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല പറഞ്ഞിട്ടൊന്നും. ഈ കുഴപ്പമെന്ന് വെച്ചാൽ ആകെ കുറച്ച് മീശ ഉണ്ടായി ചെറുതായിട്ട്. അതങ്ങ് പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ പട്ടി വെള്ളം കുടിക്കാത്ത കൂട്ടല്ല. അതാ ഞാൻ ഇത്ര നാളും പിന്നെ ഈ വീഡിയോ ഒന്നും കഴിച്ച് കുഴപ്പമില്ല, നമുക്ക് പറയും, നമ്മുടെ പറഞ്ഞാലേ ഒക്കത്തുള്ളൂ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. യു ആർ വാച്ചിങ് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഒരു കൊച്ചു പയ്യൻ്റെ ഇന്ന് ഫോണൊക്കെ മാറ്റിയിട്ട് അവിടെ ഒരു ഭൂമിയൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നതെന്ന് കുറച്ച് മച്ചന്മാർ വന്ന് ചോദിച്ചാൽ അവന്മാർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കും. അപ്പം പറഞ്ഞു കൊടുക്കാതെ നമ്മൾ കാണിച്ചു തരുവാണ് ചെയ്യുന്നത്. അപ്പം ഒത്തിരി ഒന്നും പറയുന്നതിന് ഡയറക്റ്റ് കണ്ടിലേക്ക് പോയേക്കാം. അപ്പോൾ നമുക്കങ്ങ് തുടങ്ങിക്കളഞ്ഞേക്കാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇവിടെ ലൈറ്റ്റൂം, ഇൻഷോട്ട്, സ്നാപ്സീഡ്, പിക്സാർട്ട് ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോ എടുത്ത് ഫസ്റ്റ് നമ്മൾ ലൈറ്റ്റൂമിൽ ഇട്ടിട്ട് കളർ ഗ്രേഡിങ് ചെയ്യും. അപ്പം ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പം ഫോണിൻ്റെ വെട്ടം മുഖത്തടിച്ചേക്കുന്നത്. അപ്പം നമുക്ക് അത് മാറ്റിയിട്ട് ആ തീയുടെ ആ വെട്ടം എന്ന് വെച്ചാൽ കുറച്ച് ചുമല ആ ഡാർക്ക് വെട്ടം ഉണ്ടല്ലോ, നമുക്ക് ആ ഒരു വെട്ടം മുഖത്ത് കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കളർ ഗ്രേഡ് ചെയ്യാനാണ് ലൈറ്റ്റൂമിൽ നമ്മൾ ഫോട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഈ കോൺട്രാസ്റ്റ് കൂട്ടുന്ന സാച്ചുറേഷനും ഒക്കെ അപ്പം നമുക്ക് ആ ഒരു ഇതിന് വേണ്ടി. അപ്പം ഇത് കണ്ടുകൊണ്ട് നിങ്ങൾ എന്തോ ഫോട്ടോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കറക്റ്റ് ഇത് കൊടുക്കല്ലോ. അപ്പം ഫോട്ടോയ്ക്ക് പറ്റുന്ന രീതി നല്ല പക്കയായിട്ട് കുറച്ച് സമയം എടുത്തായാലും കുഴപ്പമില്ല, നല്ല പക്ക നമ്മൾ കളർ ഗ്രേഡിങ് ചെയ്യണം. അപ്പം മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം സമയം എടുത്ത് നല്ല പക്കയായിട്ട് ചെയ്യാനൊക്കെ അത്രത്തോളം സമയം എടുത്ത് നല്ല വൃത്തിക്ക് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അല്ലാതെ നമ്മൾ പെട്ടെന്നല്ല ഒന്ന് ഓടിച്ചു വിട്ട് ചെയ്യാൻ നോക്കരുത്. പിന്നെ ഈ എഡിറ്റിങ് അറിയാവുന്നവർക്ക് മാത്രമേ ഇത് ചെയ്യാനൊക്കത്തുള്ളൂ, അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ ആർക്കായാലും ചെയ്യാം. ജസ്റ്റ് അപ്പം നമ്മൾ ഇതൊക്കെ നോക്കി പഠിച്ചാൽ മതി. നമുക്കായാലും ഇത് നല്ല പുട്ടുമല്ലേ ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഓക്കെ, നമ്മളപ്പോൾ ലൈറ്റ്റൂമിൽ പണി കഴിഞ്ഞിട്ട് സെക്കൻഡ് നമ്മളിപ്പം സ്നാപ്സീഡിലോട്ട് ഫോട്ടോ ആഡ് ചെയ്യും. അപ്പോൾ ഫോട്ടോ സ്നാപ്സീഡിൽ ആഡ് ചെയ്ത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആ കയ്യിലിരിക്കുന്ന ഫോൺ നമുക്ക് ഹീൽ ചെയ്ത് കളയണം. അപ്പോൾ ഹീലിംഗ് ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഡബിൾ എക്സ്പ്ലോഷർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് ആദ്യം നമ്മൾ വേറെ ഒരു ഫോട്ടോ അതിൻ്റെ മണ്ടയ്ക്ക് ആഡ് ചെയ്തിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ലെയറിലിരിക്കുന്ന ഫോട്ടോ തുടച്ചുകളയും. അതാകുമ്പം ഒന്നുകൂടെ നല്ല എളുപ്പത്തിൽ നല്ല പക്കയായിട്ടും കിട്ടുക. അതാകുമ്പോൾ ഡ്രസ്സിൻ്റെ കളറും വരും, നമുക്ക് വിഷയം വരുന്നില്ല. മറ്റേത് ഈ ഹീലിംഗ് ചെയ്യുവാണെങ്കിൽ ചിലപ്പം നമ്മൾ വിചാരിക്കുന്ന കിട്ടത്തില്ല. അല്ലെങ്കിൽ നമുക്ക് PCക്കകത്ത് ചെയ്യണം നല്ലവണ്ണം ഹീൽ ചെയ്ത് കിട്ടണമെങ്കിൽ. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ഷോർട്ട് കട്ട് കൂട്ട് നമ്മളിപ്പം ഡബിൾ എക്സ്പ്ലോഷർ ഇവിടെ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ചെറുതായിട്ടൊരു കളർ ഗ്രേഡിങ് കൊടുക്കും. എന്ന് വെച്ചാൽ സെലക്റ്റീവ് എടുത്തിട്ട് ജസ്റ്റ് കളർ ഒന്ന് കൊടുക്കും. എന്ന് വെച്ചാൽ ഷർട്ടിൻ്റെ ആ ഹീൽ ചെയ്തതിൻ്റെ അവിടുത്തെ നമുക്ക് ആ കളർ ഒന്ന് ഏകദേശം സെയിം കൂട്ടാക്കാം. ഇപ്പോൾ സ്നാപ്സീഡിൻ്റെ പരിപാടി കഴിഞ്ഞ അടുത്ത് നമ്മൾ പിക്സാർട്ടിലോട്ട് നമ്മുടെ ഫോട്ടോ ഇപ്പോൾ ആഡ് ചെയ്തേക്കുക. അത് ആഡ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ അകത്ത് വെച്ചാൽ നമ്മൾ ബാക്കി നമ്മുടെ ഈ ഭൂമിയാണെങ്കിൽ എഡിറ്റ് ചെയ്ത് കയറ്റുന്നതെന്ന് വെച്ചാൽ ഫ്ലെയർ വല്ല ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഫോട്ടോ എടുത്തിട്ട് ആഡ് ഫോട്ടോയ്ക്കകത്ത് എടുത്തിട്ട് നമ്മൾ ആ ഫ്ലെയറിൻ്റെ PNG JPG ആയാലും കുഴപ്പമില്ല. JPG ആണെങ്കിൽ നമുക്കിത് ബ്ലെൻഡ് ചെയ്യാം. ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ച് നമ്മൾ എന്ന് വെച്ചാൽ നല്ല പക്കയായിട്ട് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണം. ഇതിപ്പം ഇച്ചിരി പെട്ടെന്നാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിച്ച് നല്ല എന്ന് വെച്ചാൽ കറക്റ്റ് ഇവിടെ അതിൻ്റെ ഷാഡോ അടിക്കുന്നതെന്നെല്ലാം നോക്കി നല്ല വൃത്തിക്ക് ഫ്ലെയർ ആഡ് ചെയ്യണം. അപ്പോൾ മെയിൻ ഐറ്റം എന്ന് വെച്ചാൽ നമ്മുടെ ഈ എർത്തിൻ്റെ JPG ആണ്. അപ്പോൾ ഇത് നമുക്ക് കിട്ടാൻ സ്വല്പം പാടാണ്. കാരണം ഇത് ഇതിൻ്റെ മണ്ടയ്ക്ക് വേറെ വാട്ടർമാർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതും എല്ലാം മാറ്റിയിട്ട് എങ്ങനെ നമ്മൾ ഈ ഫ്രീ ആയിട്ടുള്ള ഈ പെയ്ഡ് ഉള്ള ഫോട്ടോ നമ്മളെങ്ങനെ ഫ്രീ ആയിട്ട് നമ്മൾ ഓസിന് എങ്ങനെ എടുക്കാമെന്നുള്ള വീഡിയോ നമ്മൾ നാളെ എന്തായാലും ഇടുന്നതാണ്. അപ്പം നമ്മൾ ആ ഇത് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഫോട്ടോ ആഡ് ചെയ്ത് കഴിഞ്ഞ് നേരെ എല്ലാം നല്ല പക്കയായിട്ട് നേരെ വെച്ച് കഴിഞ്ഞിട്ട് മണ്ടയ്ക്ക് ഇറേസിങ് ടൂൾ എടുത്തിട്ട് നല്ല പക്കയായിട്ട് ഇറേസ് ചെയ്യണം. അപ്പം ഏറെയും കുറച്ച് സമയം എടുത്തായാലും നല്ല വൃത്തിയാണ്, എങ്കിലേ നമുക്ക് അതിൻ്റെ ഒരു നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അപ്പം കുറച്ച് സമയം എടുത്തായാലും കുഴപ്പമില്ല, നല്ല വൃത്തിക്ക് ഇറേസ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സെക്കൻഡായിട്ട് നമ്മൾ സ്നാപ്സീഡിൽ കയറിയിട്ട് ഡബിൾ എക്സ്പ്ലോഷറൊക്കെ ചെയ്തതുകൊണ്ട് അതിൽ തന്നെ ചെയ്യണമെന്നില്ല. നമ്മൾ ഇതിലായാലും നല്ല എല്ലാം പക്കയായിട്ട് ചെയ്യാൻ നോക്കും. പിന്നെ നമ്മൾ അതോടെ അപ്പം അങ്ങ് യൂസ് ചെയ്തതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ ഒക്കത്തില്ലെങ്കിലും ഇത് ചെയ്താലും മതി. ഇത് ഹീലിങ്ങും നമ്മൾ ഡബിൾ എക്സ്പ്ലോഷറും ഇതുകൊണ്ട് ഫോട്ടോ ആഡ് ചെയ്ത് ഇറേസ് ചെയ്യുമോ എന്താ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ അതിലങ്ങ് ചെയ്തതേ ഉള്ളൂ. ഇത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഈ ഫോട്ടോ ആഡ് ചെയ്യുന്ന കൂട്ട് ജസ്റ്റ് ആഡ് ഫോട്ടോ എടുത്തിട്ട് ഇപ്പോൾ അതിൻ്റെ തന്നെ ഒരു ഫോട്ടോ മണ്ടയ്ക്ക് വെച്ചിട്ട് അങ്ങ് ചെയ്താലും മതി. അപ്പം നമ്മുടെ ആ സൂര്യനെ ആഡ് ചെയ്യുന്ന ഫ്ലെയർ ആഡ് ചെയ്യുന്നതൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ എഫക്ട്സ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഓരോ എഫക്റ്റ് ഒന്ന് ഇട്ട് നോക്കുക. എന്ന് വെച്ചാൽ കാരണം രണ്ടിനും എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു കളർ വ്യത്യാസം കാണും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു എന്ന് വെച്ചാൽ ഇതിന് മാച്ചിങ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു എഫക്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് ആഡ് ചെയ്യണമെന്നില്ല, കപ്പാസിറ്റി കുറച്ചിട്ട് ചെയ്താലും മതി. നമ്മൾ ലൈറ്റായിട്ടൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഫുൾ ടച്ച് നമുക്ക് ആ ഫോട്ടോയിൽ കിട്ടും. നമ്മൾ നൈസായിട്ടൊന്ന് എടുത്തിട്ട്
നമ്മളൊന്ന് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഹീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം ഞാൻ ഇപ്പോൾ ആഡ് ചെയ്ത ആ എഫക്ട്സിൻ്റെ അത് ജസ്റ്റ് എന്തോ ഒരു വര കൂട്ടത്തെ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു നമ്മുടെ പഴയ പേപ്പറിൻ്റെ അകത്തൊക്കെ കാണത്തില്ലേ, അപ്പോൾ അങ്ങനത്തെ ഒരു സാധനമുണ്ട്. നമ്മളിപ്പോൾ നെറ്റില്ലാത്തതുകൊണ്ട് നമുക്കിപ്പം പിക്സാർട്ട് അത് ഹീൽ ചെയ്ത് കളയാനൊക്കത്തില്ല. അതുകൊണ്ട് മാത്രം നമ്മൾ സ്നാപ്സീഡ് എടുത്തിട്ട് ആ ജസ്റ്റ് മേത്തുള്ള വരയെല്ലാം, മേത്തും ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ കൊച്ചു വരയും ഡോട്ടും എല്ലാം നമ്മളൊന്ന് ഹീൽ ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഇൻഷോട്ടിലോട്ട് അടുത്ത് ആഡ് ചെയ്യും. ഇൻഷോട്ടിൽ നമ്മൾ എടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ വാട്ടർമാർക്ക് ആഡ് ചെയ്യാനായിട്ട്. ഇപ്പം എൻ്റെ ആണെങ്കിൽ അഡോറബിൾ വൺ എന്നുള്ള നമ്മൾ വാട്ടർമാർക്ക് ആഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മളപ്പം ജസ്റ്റ് ഒരു ഫ്ലെയർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്കൊരു ഫുൾ ഫിനിഷിങ് കിട്ടാനായിട്ട്. എന്ന് വെച്ചാൽ നല്ല താഴെ നല്ല ആ തീ ഇങ്ങനെ മണ്ടയ്ക്കോട്ട്, എന്ന് വെച്ചാൽ തീയുടെ ആ വെട്ടം അങ്ങോട്ട് അടിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് കുറച്ചുകൂടെ ഒന്നും നല്ല പക്കയായിട്ട് ഇരുന്നോട്ടെന്ന് കരുതി ആഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ ഫ്ലെയർ ആഡ് ചെയ്തതിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് സമയമുണ്ട് ചെയ്തു. പിന്നെ ഇച്ചിരി ചിലപ്പോൾ മെനക്കെട്ടിരുന്ന് നല്ലോണം ചെയ്ത് നല്ല പക്കയായിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. നമ്മൾ അതിന് വേണ്ടി ചെയ്യുന്നത്. നമ്മൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം വാട്ടർമാർക്ക് അപ്പം ഞാൻ എൻ്റെ അടുത്ത് എവിടെയാണോ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഇട്ടുക, സേവ് ചെയ്യുക. നമ്മളപ്പം പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ധൃതി വെച്ചൊന്നും ചെയ്യില്ല. കാരണം കുറച്ച് സമയം എടുത്തായാലും കുറച്ച് നല്ലവണ്ണം വൃത്തിക്ക് ചെയ്യണം, എങ്കിലും നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ മച്ചന്മാരെ, ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മണിയൊന്ന് തല്ലി പഠിച്ചിട്ടേക്കുക. അങ്ങോട്ട് പോകാൻ പറ്റേ. നമ്മൾ 1-2 ദിവസത്തിന് മുമ്പ് നമ്മുടെ ഷോർട്ട് ഫിലിം ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ കാണുന്ന ആരും അത് കണ്ടിട്ടില്ലെങ്കിൽ അത് ഈ വീഡിയോ കഴിഞ്ഞിട്ട് അതൊന്ന് പോയി കാണണം. എന്നിട്ട് അതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് എങ്ങനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ, എന്തേലും അങ്ങനത്തെ ഈ കുറവോ പോരായ്മ ഉണ്ടോ എന്തോ ഉണ്ടെങ്കിലും വന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്, എന്ന് വെച്ചാൽ K4Techന്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ചെയ്യുന്നതിലോ ഞങ്ങളുടെ ഈ കണ്ടന്റ് കണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഒന്ന് കമന്റ് ഇട്ടിട്ട് ഞങ്ങൾ അധികം റിപ്ലൈ തരാൻ ഒക്കാത്ത. എന്ന് വെച്ചാൽ ഇപ്പം ഈയിടെ ഒരു മച്ചാൻ വന്നിട്ട് ചോദിച്ചു, മച്ചാൻ നമ്മൾ ഹോം തിയേറ്റർ ഇങ്ങനെ മൗണ്ട് വാൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു. നമുക്കത് പറഞ്ഞു തരാൻ ഒക്കത്തില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ട് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കണം. അതാകുമ്പോൾ ഞങ്ങൾക്ക് എടുത്ത് ഫോട്ടോ എടുത്തോ അല്ലെങ്കിൽ വീഡിയോ എടുത്തോ ഇട്ട് തരാം. അല്ലാതെ നമുക്ക് അതിനായിട്ട് വീഡിയോ ഇടാൻ യൂട്യൂബിലൊക്കത്തില്ലോ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറുക, മെസ്സേജ് ഇടുക. അപ്പോൾ ഇതുകൂട്ട് എന്തെങ്കിലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ടാറ്റ. നാക്കെല്ലാം എഴുതി പോകുന്നു വീഡിയോ എടുക്കാനായിട്ട്.